എം.എൽ.എ. ചിത്തരഞ്ജൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ഒരു പരാമർശം ഭിന്നശേഷി വിഭാഗത്തിന് വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഏതായാലും ഇവരുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായ അബ്ദുൾ അസീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ നടത്തിയ ഒരു പരാമർശം അത് നിങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായും. ഈ ചിത്തരഞ്ജൻ പോലുള്ള വ്യക്തി, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തി, കേരളത്തിലെ മഹത്തായ വ്യക്തികളിരുന്ന നിയമസഭ പോലുള്ള ആ മഹത്തായ വേദിയിൽ വെച്ച് ഒരു ഭിന്നശേഷിക്കാർ അവഹേളിക്കുന്ന വിധത്തിൽ അവരെ അംഗവൈകല്യത്തെ പരിഹസിച്ചുകൊണ്ട് ചെയ്ത പരാമർശങ്ങൾ അത് തീർത്തും അപലപനീയമാണ്, പരിഹാസ്യമാണ്. അത് ഒരു നേതാവിനും സംഭവിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം അത് മാത്രമല്ല, ഈ ചിത്തരഞ്ജൻ അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു നിർവൃതി അദ്ദേഹത്തിൻ്റെ ആക്ഷനും അതെന്തോ ഒരു നിർവൃതി അടഞ്ഞ പോലെ ആ ഇരിക്കുന്ന ഇരിപ്പൊക്കെ നമ്മൾ കേരള സമൂഹം കണ്ടതാണ്. ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിന് യോജിച്ചതാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ആളുകളും തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ആളുകളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം വിചാരിച്ചത്? ഇവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ ഗവൺമെൻറ്റാണ് പറഞ്ഞത് വികലാംഗർ എന്നുള്ള പദം മാറ്റിയിട്ട് ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞ്. ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ എന്താ? ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളാണ്. വ്യത്യസ്ത കഴിവുകളുള്ള ആൾക്കാർക്ക്, വ്യത്യസ്തമായ കഴിവുള്ള ആൾക്കാർക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അവാർഡുകളും സർക്കാർ തന്നെ കൊടുക്കുന്നു. അത് ഇവരെ കാണുന്നു. അതൊരു പ്രഹസനം വേറെ, അത് വെക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ട് ഇവരെ ഈ പരിഹസിച്ചു കൊണ്ടുള്ള ആ സംസാരം അത് ഭിന്നശേഷി സമൂഹത്തെ ഒരു അവഹേളിക്കുന്ന രൂപത്തിലുള്ള സംസാരം അത് അപലപനീയവും ഒരു ജനപ്രതിനിധിക്ക് ചേരാത്തതുമാണ്. അത് നടപടിക്ക് അദ്ദേഹം തന്നെ സ്വയം തീരുമാനമെടുക്കണം, അദ്ദേഹം ചെയ്തത് തെറ്റാണോ അല്ലയോ എന്നുള്ളത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ലീഗിൻ്റെ സംഘടന നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പരാതിയായി മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ മീറ്റിംഗ് ചേരുന്നുണ്ട്. ഞങ്ങൾ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും ഗവർണർക്കും അടക്കമുള്ള മേൽഘടകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പരാതി കൊടുക്കാനും ഇത്തരം ആളുകൾ, ഇത്തരം ജനപ്രതിനിധികൾ പരിഹസിക്കുന്നത് പകരം ഇവിടെ ചേർത്ത് പിടിക്കലാണ് വേണ്ടത്. കാരണം നമുക്കറിയാം, മീഡിയ വൺ തന്നെ നമ്മൾ പരാതി കൊടുത്തിട്ട് അവഗണിക്കുന്ന ഒരവസ്ഥ ഇപ്പം ഉണ്ട്. ഇപ്പൊക്കെ ഈയിടെ മീഡിയ വൺ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വിഷയമുണ്ടായി. വ്യാജന്മാർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നേടുന്ന രൂപം എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് പൊതുജനങ്ങളോട് വിവരിച്ചു കൊടുത്ത വിഷയങ്ങളുണ്ട്. അതിൻ്റെ മുകളൊക്കെ പരാതികൾ അനവധി ഈ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടും അടക്കി അവിടെ വെക്കുകയാണ്. അവഹേളനം അവഗണിച്ചൊരു മൂലയ്ക്ക് ഇരുത്തുന്ന ഒരു സമൂഹമായിട്ട് മാറ്റുകയാണ്. പക്ഷേ ഇവർക്ക് ആലോചിക്കണം, ഈ ഭിന്നശേഷിക്കാരും ഇവിടെ വോട്ടർമാരാണ്, ഇവിടുത്തെ പൗരന്മാരാണ്. ഇവർക്കും ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അയക്കാനുള്ള തൻ്റെ അവകാശം ഇവർക്കും ഉണ്ടെന്നുള്ള ധാരണ ഈ ചിത്തരഞ്ജനെപ്പോലുള്ള ആളുകൾക്ക് വേണം എന്നാണ് മനസ്സിലാക്കാനുള്ളത്, പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ടും ഈ നിയമ നടപടിക്കായിട്ട് പോകും. അത് അല്ലെങ്കിലും നിയമസഭ വളഞ്ഞ സമരങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏത് വിധത്തിലും ഞങ്ങൾ നിലകൊള്ളുന്നു. അവർക്ക് വേണ്ടിയുള്ള അവരുടെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും. അത് ഏത് മുറയിലായാലും ഞങ്ങൾ പിന്നോട്ടില്ല. തീർച്ചയായും ചിത്തരഞ്ജൻ നടത്തിയ പരാമർശം വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. ഇതിൽ വലിയ പ്രതിഷേധമാണോ ഉള്ളത് എന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഇവരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ മുസ്താഖിനൊപ്പം നന്ദഗോപാൽ, മീഡിയ വൺ, കോഴിക്കോട്.